മരണത്തിൻ്റെ ഡെത്ത്. തീവ്രമായ മാറ്റത്തിന് ശേഷം നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിമനോഹരമായൊരു ശാന്തിയിലേക്കാണ്. 14-ാം നമ്പർ കാർഡായ ടെമ്പറൻസ്. കഴിഞ്ഞ കാർഡിൽ നാം പഴയതിനെ ഉപേക്ഷിച്ചു. ഇനി പുതിയതിനെ എങ്ങനെ സമന്വയിപ്പിക്കണം, ഇൻ്റഗ്രേഷൻ എങ്ങനെ മിതത്വം പാലിക്കണം എന്നതാണ് ഈ കാർഡ് പഠിപ്പിക്കുന്നത്. ഇത് ആത്മീയമായ രസതന്ത്രത്തിൻ്റെ സ്പിരിച്വൽ ആൽക്കമിയുടെ പ്രതീകമാണ്. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. മാലാഖ, ദ ഏഞ്ചൽ. ഐറിസ് എന്ന മാലാഖയാണിതെന്ന് കരുതപ്പെടുന്നു. ഇവർക്ക് ഒരു കാൽ വെള്ളത്തിലും ഒരു കാൽ കരയിലുമാണ്. ഇത് ഉപബോധ മനസ്സും ജലം, ഭൗതിക ലോകവും കര തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. 2 പാത്രങ്ങൾ, ദ 2 കപ്സ്. മാലാഖ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വെള്ളമൊഴിക്കുന്നു. ഇത് ഊർജത്തിൻ്റെ ഒഴുക്കിനെയും വിരുദ്ധ സ്വഭാവമുള്ള കാര്യങ്ങളെ, ഉദാഹരണത്തിന് തീയും വെള്ളവും അല്ലെങ്കിൽ ആത്മീയതയും ലൗകികതയും എങ്ങനെ കൃത്യമായ അളവിൽ കലർത്തണം എന്നതിനെയും കാണിക്കുന്നു. ത്രികോണ ചിഹ്നം, ദ ട്രയാങ്കിൾ. മാലാഖയുടെ വസ്ത്രത്തിലുള്ള ചതുരത്തിനുള്ളിലെ ത്രികോണം മനുഷ്യൻ, അതായത് ചതുരം, ഭൂമിയെ സൂചിപ്പിക്കുന്നു. ദൈവികതയുമായി, അതായത് ത്രികോണം സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രഹസ്യത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ ദൈവികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രഹസ്യത്തെ സൂചിപ്പിക്കുന്നു. ഐറിസ് പൂക്കൾ, യെല്ലോ ഐറിസസ്. കരയിലുള്ള മഞ്ഞപ്പൂക്കൾ പ്രത്യാശയെയും ആത്മീയമായ ഉണർവിനെയും പ്രതിനിധീകരിക്കുന്നു. ദൂരെയുള്ള പാതയും കിരീടവും. പർവ്വതങ്ങൾക്കിടയിലുള്ള പാത ആത്മീയ യാത്രയുടെ തുടർച്ചയെ കാണിക്കുന്നു. മലമുകളിൽ കാണുന്ന തിളങ്ങുന്ന കിരീടം ലക്ഷ്യപ്രാപ്തിയെ, എൻലൈറ്റൻമെൻറ്റ് സൂചിപ്പിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. വെള്ള, വൈറ്റ്. മാലാഖയുടെ വസ്ത്രം ആത്മാവിൻ്റെ ശുദ്ധിയെയും ശാന്തിയെയും സൂചിപ്പിക്കുന്നു. മഞ്ഞ, യെല്ലോ. പൂക്കളുടെയും സൂര്യപ്രകാശത്തിൻ്റെയും മഞ്ഞ നിറം വിവേകത്തെയും വിസ്ഡം, ദൈവിക വെളിച്ചത്തെയും കാണിക്കുന്നു. നീല, ബ്ലൂ. പശ്ചാത്തലത്തിലെ നീലനിറം ആഴത്തിലുള്ള അറിവിനെയും സമാധാനത്തെയും പ്രതിനിധീകരിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇത് ക്ഷമയുടെ സമയമാണ്. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം അരുത്. മിതത്വം, മോഡറേഷൻ പാലിക്കുക. ജോലിയിലോ ബന്ധങ്ങളിലോ വിട്ടുവീഴ്ചകൾ ചെയ്ത് സമാധാനം കണ്ടെത്താൻ ഈ കാർഡ് പ്രേരിപ്പിക്കുന്നു. ആരോഗ്യരംഗത്ത് ഇത് രോഗമുക്തിയെയും ബാലൻസിനെയും സൂചിപ്പിക്കുന്നു. ആത്മീയ തലം. വിരുദ്ധ ധ്രുവങ്ങളെ, ഡ്വാലിറ്റീസ് ഒന്നാക്കുന്ന ഘട്ടമാണിത്. നിന്റെ ഉള്ളിലെ ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. ഭക്തിയും കർമ്മവും തമ്മിലുള്ള സമന്വയമാണിത്. 4. ഗുരുവിൻ്റെ ഉപദേശം, ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ടെമ്പറൻസ് നിനക്ക് നൽകുന്ന വലിയ പാഠം മധ്യമമാർഗം, ദ മിഡിൽ പാത്ത് എന്നതാണ്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. അമിതമാകരുത്. ഒന്നും അമിതമാകരുത്. ഭക്ഷണമായാലും വികാരമായാലും ആഗ്രഹമായാലും എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുക. 2. ക്ഷമ ശീലിക്കുക. മാലാഖ വെള്ളമൊഴിക്കുന്നത് പോലെ ജീവിതത്തിലെ അനുഭവങ്ങളെ സാവധാനം സമന്വയിപ്പിക്കുക. തിരക്ക് കൂട്ടുന്നത് കാര്യങ്ങൾ വഷളാക്കുകയേയുള്ളൂ. 3. സമാധാനത്തിൻ്റെ പാലമാവുക. തർക്കങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കാൻ ശ്രമിക്കുക. നിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ശാന്തി നൽകുന്നതാകട്ടെ. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. മാലാഖ ഒഴിക്കുന്ന വെള്ളം ഗുരുത്വാകർഷണ നിയമത്തിന് വിരുദ്ധമായി ചെരിഞ്ഞാണ് ഒഴുകുന്നത്. ഇതിനർത്ഥം നീ ആത്മീയമായി വളരുമ്പോൾ പ്രകൃതി നിയമങ്ങൾക്കും അപ്പുറമുള്ള ചില അത്ഭുതങ്ങൾ, മിറാക്കിൾസ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ്. മിതത്വം പാലിക്കുന്നവനെ പ്രപഞ്ചം തുണയ്ക്കും എന്നതാണിതിൻ്റെ പൊരുൾ. അടുത്തതായി നമ്മുടെ ഉള്ളിലെ ഭയത്തിൻ്റെയും ബന്ധനങ്ങളുടെയും ലൗകിക സുഖങ്ങളോടുള്ള അമിതമായ ആസക്തിയുടെയും പ്രതീകമായ ദ ഡെവിൾ. 15-ാം നമ്പർ കാർഡിലേക്ക് നമുക്ക് കടക്കാം. അവിടെയാണ് നാം നമ്മുടെ നിഴൽ രൂപങ്ങളെ, ഷാഡോ സെൽഫിനെ നേരിടുന്നത്.